വെൽക്കം ടു റിജു ആൻഡ് PSK ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ആണ് പറഞ്ഞു നിർത്തിയിരുന്നത്. ഇനി അതിൽ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതായത് മോളിക്യൂൾസിൻ്റെ RMS വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ മറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കുറച്ച് നേരം മാത്രമേ ഇന്നത്തെ സെഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൻ്റെ പോസ്റ്റ്ലേറ്റ്സിലാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു മോളിക്യൂൾസിന് റാൻഡമായിട്ട് എല്ലാ ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഒരു കണ്ടെയ്നറിനകത്തുണ്ട് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ക്യൂബിക്കലായിട്ടുള്ള കണ്ടെയ്നർ പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒരു ക്യൂബിക്കലായിട്ടുള്ള കണ്ടെയ്നർ ഇമാജിൻ ചെയ്യണം മക്കളെ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വോളിയം കണ്ടുപിടിക്കാനും ഏരിയ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ XY ഇത് എന്തിനാണ് ഇങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ XYZ ആക്സിസിൽ ഈക്വൽ കോർഡിനേറ്റ്സ് ആണ്. ഇങ്ങോട്ടേക്കാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും എല്ലാം ഈക്വൽ കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരു മോളിക്യൂൾ ഉള്ളതായിട്ട് നമുക്കങ്ങ് ഇമാജിൻ ചെയ്യാം. ഇതിനകത്ത് ഒരു മോളിക്യൂളുണ്ട്, ഒരു ഗ്യാസ് മോളിക്യൂളിനെ നമ്മളങ്ങ് ഇമാജിൻ ചെയ്തിരിക്കുന്നു. സോ അക്കോർഡിംഗ് ടു ദ കൈനറ്റിക് തിയറി ഈ ഗ്യാസ് മോളിക്യൂളിന് എല്ലാ ഡയറക്ഷനിലും മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇറ്റ് ക്യാൻ മൂവ് അലോങ് ദ X ആക്സിസ്, Y ആക്സിസ് ആൻഡ് Z ആക്സിസ്. 3 ആക്സിസുകളിലും ആ മോളിക്യൂൾസിന് മൂവ് ചെയ്യാൻ പറ്റും. ഇതിനലോങ് ആയിട്ട് Vx എന്ന് പറയുന്ന വെലോസിറ്റി, Vy ആൻഡ് Vz. അപ്പോൾ റിസൾട്ടൻ്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെഴുതേണ്ടി വരും? ദാറ്റ് ഈസ് V² is equal to റിസൾട്ടൻ്റ് വെലോസിറ്റി V² is equal to Vx² plus Vy² plus Vz² എന്ന് പറയാം. 3 ഡയമെൻഷനിൽ മൂന്ന് ഡയമെൻഷനിലും അതിന് വെലോസിറ്റിക്ക് കോർഡിനേറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് Vx² plus Vy² plus Vz² എന്ന് പറയാം. പക്ഷേ ഇത് എല്ലാ ഡയറക്ഷനിലേക്കും ഈ ഗ്യാസ് മോളിക്യൂളിന് എല്ലാ ഡയറക്ഷനിലേക്കും ഉള്ള വെലോസിറ്റി മാഗ്നിറ്റ്യൂഡൊക്കെ സെയിം ആണ്. ഡയറക്ഷനിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. 3 ഡയറക്ഷനിലേക്കും അതിന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. സോ ആ 3 ഡയറക്ഷനിലും ഈക്വൽ ആയിട്ടാണ് അതിൻ്റെ കൈനറ്റിക് എനർജി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് അലോങ് ഓൾ ദ 3 ഡയറക്ഷൻസ് ദ വെലോസിറ്റി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി വിൽ ബി ദ സെയിം. വെലോസിറ്റി സെയിം ആണെന്ന് പറയാൻ പറ്റില്ല, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി അതായത് സ്പീഡ് സെയിം ആണ്. അപ്പോൾ ഇതിൽ Vx² എന്ന് പറഞ്ഞാലും Vy² എന്ന് പറഞ്ഞാലും Vz² എന്ന് പറഞ്ഞാലും മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം ആണ് അക്കോർഡിംഗ് ടു ദ കൈനറ്റിക് തിയറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അലോങ് എനി വൺ ഓഫ് ദ ഡയറക്ഷൻ, ഇപ്പോൾ സപ്പോസ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് V² ഈക്വൽ ടു ഇത് 3 സെയിം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഒന്നുകിൽ 3 into Vx² അല്ലെങ്കിൽ 3 into Vy² അല്ലെങ്കിൽ 3 into Vz² എടുക്കാം. നമ്മൾ ഏത് ആക്സിസ് ആണോ കൺസിഡർ ചെയ്യുന്നത് അതുപോലെ. അപ്പോൾ X ആക്സിസിന് അലോങ് ആയിട്ടുള്ള വെലോസിറ്റി Vx² is equal to റിസൾട്ടൻ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതി നമ്മൾ അവിടെ നിർത്തി. ഓക്കെ, ഇതവിടെ നിന്നോട്ടെ, ഇത് പിന്നീട് നമുക്ക് ആവശ്യം വരും. ഇനിയിപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു മോളിക്യൂളിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. ഇതിൽ തന്നെ വരച്ച് നിങ്ങളതിന് ബുദ്ധിമുട്ടിക്കണില്ല. ഈ കണ്ടെയ്നറിൻ്റെ ഒരു ഫേസ് ആണിത്. ഇതിൽ നിന്ന് L ഡിസ്റ്റൻസ് അകലെ, L എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കണ്ടെയ്നറിൻ്റെ ഈ ക്യൂബിക്കൽ ബോക്സിൻ്റെ സൈഡ് ലെങ്ത് ആണ്. ഇതിൽ നിന്ന് L ഡിസ്റ്റൻസ് അകലെ എന്തായാലും അടുത്ത ഫേസ് ഉണ്ടാവുമല്ലോ. അതാ ഇങ്ങനെ ഇപ്പോൾ 2 ഫേസുകൾ ഉണ്ട്. ഇവിടുന്ന് ഒരു മോളിക്യൂൾ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ എൻഡിൽ നിന്ന് ഒരു മോളിക്യൂൾ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് X ആക്സിസിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ദ വെലോസിറ്റി ഓഫ് Vx. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇവിടെ വന്ന് ഇതിൽ തട്ടി. സോ ദർ വിൽ ബി എ കൊളീഷൻ വിത്ത് ദ അതർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വാൾ ഓഫ് ദ കണ്ടെയ്നർ. കൊളീഷൻ ഇലാസ്റ്റിക് ആണ്. സോ ഇവിടെ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ദ മോളിക്യൂൾ വിൽ ബി റീബൗൺസിങ് വിത്ത് ദ സെയിം വെലോസിറ്റി. ഇതൊക്കെ നമ്മൾ കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ് വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. ഈ മോളിക്യൂളിൻ്റെ മാസ് നമുക്ക് തൽക്കാലത്തേക്ക് സ്മോൾ m ആയിട്ട് വിചാരിക്കാം. അപ്പോൾ ആ സ്മോൾ m അവിടെ പോയി തട്ടി തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ആ മോളിക്യൂളിന് അവിടെ സംഭവിച്ചിട്ടുള്ള ചേഞ്ച് ഇൻ മൊമെൻറ്റം, ഇത് വെക്ടർ Vx എന്ന് പറയുന്ന ഫോമിൽ നോക്കണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മൊമെൻറ്റം, ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വരും? m into Vx ഇനീഷ്യൽ മൊമെൻറ്റം മൈനസ് m into Vx. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ മൊമെൻറ്റം 2mVx എന്ന് എഴുതാം അലോങ് X ഡയറക്ഷൻ. അപ്പോൾ അതിന് ചേഞ്ച് ഇൻ മൊമെൻറ്റം കിട്ടി. ഇനി മക്കളെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ഈ മോളിക്യൂള് ഇവിടെ തട്ടി തിരിച്ചിവിടം വരെ എത്തണം. അങ്ങനെയാണെങ്കിൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L plus L
2L ആയിരിക്കുമല്ലോ അതിൻ്റെ റിക്വയർഡ് ആയിട്ടുള്ള ടൈം. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ അവിടെ നിന്ന് പറയാൻ പറ്റും. ദ ടൈം റിക്വയർഡ് ഡെൽറ്റ ടി ഫോർ ട്രാവലിംഗ് ബിറ്റ്വീൻ 2 ഓപ്പോസിറ്റ് ഫേസ് ഓഫ് ദ കണ്ടെയ്നർ എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡായാലും വെലോസിറ്റി ആയാലും ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് പ്രശ്നം വരില്ലല്ലോ. പിന്നെ എന്തിനാ ഇപ്പോൾ എക്സിലേക്ക് മാത്രം കൺസിഡർ ചെയ്യുന്നത്? ഇത് എക്സിലും കൺസിഡർ ചെയ്യാം, വൈയിലും കൺസിഡർ ചെയ്യാം, സെഡിലും കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സംശയം വേണ്ട. പിന്നെ ഇത് എല്ലാ ഡയറക്ഷനിലും ഇതിന് മൂവ് ചെയ്യാം. ഇപ്പോൾ എക്സിലേക്ക് ഇപ്പോൾ എക്സ് വൈ സെഡ് കറക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യണമെന്നൊന്നുമില്ല. ഇത് ഇങ്ങനെയോ ഈ ഡയറക്ഷനിലോ ഇങ്ങോട്ടേക്കോ എങ്ങനെ വേണമെങ്കിൽ മൂവ് ചെയ്യാം. അതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ദെയർ ക്യാൻ ബി എ റാൻഡം ആൻഡ് കയോട്ടിക് മോഷൻ അല്ലെങ്കിൽ എ മോഷൻ in an irregular manner will be happening for the gas molecule which is confined inside a container. നമുക്ക് പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കോർഡിനേറ്റ് ഒക്കെ എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് എക്സ് വൈ സെഡ് എന്ന് അങ്ങനെ എടുത്തിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ വി എക്സ് കൺസിഡർ വി എക്സ് ഇൻറ്റു ഐ പ്ലസ് വി വൈ ഇൻറ്റു ജെ എന്നൊക്കെ എടുക്കേണ്ടി വരും. എങ്ങനെ ഫൈനൽ ആൻസർ വരുന്നത് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ദ ഗ്യാസ് മോളിക്യൂളിൻ്റെ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ RMS വാല്യൂ വരുന്നത് സെയിം ആണ്. പിന്നെ നമ്മളിപ്പോൾ ഡെറിവേഷൻ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഈ ഡെറിവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കാര്യം എന്ന് പറയുന്നത് JEE-കാർക്കാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നീറ്റുകാർക്ക് ഇതിൻ്റെ ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വെലോസിറ്റി ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുമ്പോൾ 2L അല്ലേ പ്ലസ് L ഡിവൈഡഡ് ബൈ വെലോസിറ്റി എന്ന് പറയുന്നത് Vx ആണ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ മൊമെൻറ്റം അലോങ് എക്സ് ഡയറക്ഷൻ ആൻഡ് ദ ടൈം റിക്വയർഡ് ടു ട്രാവൽ രണ്ടും കിട്ടിയിട്ടുണ്ട്. സോ വാട്ട് വി ക്യാൻ ഡു ഇസ് the rate of change of momentum, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫോഴ്സ് എന്ന് വിളിക്കുക. the force exerted by the molecules on the walls of the container F is equal to, as per the second law of motion, delta P divided by delta T. delta P എന്ന് പറഞ്ഞാൽ 2m Vx ആണ്. നമ്മുടെ ടൈം എത്രയാണ് കണ്ടുപിടിച്ചിരുന്നത്? that is equal to 2L divided by Vx എന്ന് വരും. 2 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ the force exerted by the gas molecules will be equal to m into Vx square divided by L എന്ന് കിട്ടും. ദിസ് ഇസ് ദ ഫോഴ്സ് എക്സെപ്റ്റഡ്. നമ്മൾ എന്തിനായി ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്? ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ പ്രഷർ. പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് കൊളീഷൻ ബിറ്റ്വീൻ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ ആൻഡ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. പക്ഷേ ഐഡിയൽ ഗ്യാസ് ആയതുകൊണ്ട് മോളിക്യൂൾസ് എല്ലാം ലാർജ്ലി സെപ്പറേറ്റഡ് ആണ്. സോ ദ പ്രോബബിലിറ്റി ഫോർ കൊളീഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് ഇസ് വെരി ലെസ്. അത് തന്നെ ഒരു പോസ്റ്റ്ലേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ദർ ഇസ് നോ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ്. അപ്പോൾ ആ കണ്ടെയ്നറിൻ്റെ അകത്തെ പ്രഷർ എന്ന് പറയുന്നത് മോളിക്യൂളും കണ്ടെയ്നറിൻ്റെ വാൾസുമായിട്ടുള്ള കൊളീഷൻ്റെ റിസൾട്ടാണ്. മെജോറിറ്റി ഓഫ് ദ പ്രഷർ എന്ന് പറയുന്നത് അതിൻ്റെ കോൺട്രിബ്യൂഷനാണ്. മോളിക്യൂളുകൾ തമ്മിലുള്ള കൊളീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നെഗ്ലിജിബിളി സ്മോൾ ഫോർ ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾ. റിയൽ ഗ്യാസ് അല്ല നമ്മൾ പറയുന്ന ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾസ് ആണെങ്കിൽ മോളിക്കുലാർ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു സിറ്റുവേഷനിൽ ഇൻട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത ഗ്യാസ് മോളിക്യൂൾ തമ്മിൽ കൊളീഷൻ നടക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ഇതാണ് അവിടെ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻ വൺ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെ വാല്യൂ കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പ്രഷർ ഇസ് ദ നോർമൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് നോർമലായിട്ട് ആ രണ്ട് ഫേസുകളിലേക്ക് നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് തന്നെയാണ്. സോ ദ പ്രഷർ എക്സെർട്ടഡ് will be equal to pressure P. Pressure P is equal to force per unit area. Force എന്ന് പറയുന്നത് m into Vx square divided by L ആണ്. ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ആരുടെ ഏരിയ ആണ്? ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഫേസിൻ്റെ ഏരിയ ആണ്. ഫേസിൻ്റെ സൈഡ് ലെങ്ത് വരുന്ന L ആണ്. ക്യൂബിക്കൽ സൈഡ് ആണ്. സോ ഏരിയ ക്യാൻ ബി റിട്ടൺ ആസ് L square. So it is equal to m Vx square divided by L cube എന്ന് വരും. L cube എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ പറയാതെ അറിയാലോ, വോളിയം ഓഫ് ദ കണ്ടെയ്നർ ആണ് L cube എന്ന് പറയുന്നത്. സോ ഇതാണ് അപ്പോൾ അവിടെ പ്രഷറായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കവിടെ Vx സ്ക്വയർ എന്ന് പറയുന്ന എക്സ് ഡയറക്ഷൻ അലോങ് ആയിട്ടുള്ള വെലോസിറ്റി മാത്രമേ ഇപ്പോൾ അതിൻ്റെ ടൈമിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കതിനെ ജനറൽ അതിൻ്റെ RMS വെലോസിറ്റിയുടെ ടൈമിൽ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ, റൈറ്റ്? അലോങ് എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് Vx സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം? V സ്ക്വയർ ബൈ 3 എന്ന് കൊടുക്കാം. ഈ V സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇക്വേഷൻ പ്രകാരം V സ്ക്വയർ ഇസ് ഈക്വൽ ടു Vx സ്ക്വയർ പ്ലസ് Vy സ്ക്വയർ പ്ലസ് Vz സ്ക്വയർ എന്ന് പറയും. ദിസ് ഇസ് കോൾഡ് ആസ് ദ മീൻ സ്ക്വയർ വെലോസിറ്റി ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ. RMS വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് ദ മീൻ സ്ക്വയർ വെലോസിറ്റി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് RMS വെലോസിറ്റി എഴുതാൻ പറ്റും. VRMS ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് Vx സ്ക്വയർ പ്ലസ് Vy സ്ക്വയർ പ്ലസ് Vz സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 3 ആണ് റൂട്ട് ഓഫ് ദ മീൻ സ്ക്വയർ വെലോസിറ്റി. അപ്പോൾ ഇത് റിസൾട്ടൻ്റ് വെലോസിറ്റിയാണ് ഈ പറയുന്നത് Vx സ്ക്വയർ പ്ലസ് Vy സ്ക്വയർ പ്ലസ് Vz സ്ക്വയർ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ RMS വെലോസിറ്റി. പക്ഷേ ഗ്യാസ് മോളിക്യൂളുകളൊക്കെ ആയതുകൊണ്ട് ഇതുപോലെ ഓരോ മോളിക്യൂളും എടുത്ത് അതിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വി എക്സ് സ്ക്വയറിന് പകരം വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എന്താണ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നെറ്റ് വെലോസിറ്റിയാണ് ഈ വി എന്ന് പറയുന്നത്. അപ്പോൾ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്തായിട്ട് മാറി? എം ഡിവൈഡഡ് ബൈ വി. ഇവിടെ ഒരു ചെറിയൊരു കറക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഇത് എക്സ് ഡയറക്ഷനിൽ അലോങ് ആയിട്ടുള്ള, നമുക്ക് ആ സ്റ്റെപ്പിലേക്ക് പിന്നീട് വരാം. ഇതിപ്പോൾ ഒരു മോളിക്യൂളിൻ്റെയാണ് എം ഇൻറ്റു വി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ വി എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഇഷ്ടംപോലെ മോളിക്യൂളുകൾ ഉണ്ടാവും അവിടെ. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇതുവരെ ഇനി ചെയ്യാൻ പോകുന്ന തെറ്റാൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ വി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 3, അത് എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് ഒരു മോളിക്യൂളിൻ്റെ വെലോസിറ്റി ആയിരിക്കും. നമുക്ക് ഒരു മോളിക്യൂളിൻ്റെ വെലോസിറ്റി അല്ല വേണ്ടത്, ആ കണ്ടെയ്നറിനകത്തുള്ള എല്ലാ ഗ്യാസ് മോളിക്യൂൾസിൻ്റെയും വെലോസിറ്റിയാണ് വേണ്ടത്. സോ ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂൾ എക്സർട്ട് ചെയ്യുന്ന പ്രഷറാണ്, ഒറ്റ മോളിക്യൂൾ എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷറാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫേസ് ഉണ്ടല്ലോ, നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഫേസിൽ, ഈ ഫേസിൽ ഈ ഒരു മോളിക്യൂൾ അല്ല, ദർ ക്യാൻ ബി n നമ്പർ ഓഫ് മോളിക്യൂൾസ് ദാറ്റ് ഈസ് ഹിറ്റിംഗ് ഓൺ ദ ഫേസ് ആൻഡ് റിട്ടേണിംഗ് ബാക്ക്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ മോളിക്യൂളുകൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷറിൻ്റെ ഇക്വേഷൻ ഇപ്പോൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇതേ ഇക്വേഷൻ തന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എഴുതാം കേട്ടോ. കാരണം ഒറ്റ മോളിക്യൂളിനെ അല്ലല്ലോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആ കണ്ടെയ്നറിനകത്ത് ഒരു മോളിക്യൂൾ ഉള്ളൂ എന്ന് വെച്ചാൽ ഓക്കെ, ഇവിടെ ഇഷ്ടംപോലെ മോളിക്യൂളുകൾ ഉണ്ട്. സോ വാട്ട് ഐ എം ഡൂയിങ് ഇസ്, ഇത് ഒരു മോളിക്യൂൾ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അപ്പോൾ ടോട്ടൽ മോളിക്യൂളുകൾ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ മോളിക്യൂളുകളും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ മാസ് സെയിം ആണ്. അപ്പോൾ എം ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ആദ്യത്തെ മോളിക്യൂളിൻ്റെ വെലോസിറ്റി വി എക്സ് 1 സ്ക്വയറിന് എടുക്കാം, പ്ലസ് വി എക്സ് 2 സ്ക്വയറിന് എടുക്കാം, പ്ലസ് വി എക്സ് 3 സ്ക്വയർ പ്ലസ് വി എക്സ് 4 സ്ക്വയർ, അങ്ങനെ പോയി വി എൻ സ്ക്വയർ എന്നായിട്ട് മാറും, n നമ്പർ ഓഫ് മോളിക്യൂളുകൾ ഉണ്ടെങ്കിൽ. ഇതാണ് എക്സ് ഡയറക്ഷൻ അലോങ് ആയിട്ടുള്ള ടോട്ടൽ വെലോസിറ്റി അലോങ് ദ എക്സ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഇതിനെയാണ് നമ്മൾ എന്താ എഴുതേണ്ടത്, എം ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു വി എക്സ് സ്ക്വയർ എന്ന് എഴുതേണ്ടത്. ദിസ് ഇസ് ദ നെറ്റ് മീൻ സ്ക്വയർ വെലോസിറ്റി അലോങ് എക്സ് ഡയറക്ഷൻ. മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് പറയുന്നത് അതിലൂടെയുള്ള എല്ലാ മോളിക്യൂൾസിൻ്റെയും ടോട്ടൽ വെലോസിറ്റിയാണ് നമ്മൾ മീൻ സ്ക്വയർ വെലോസിറ്റി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ വി എക്സ് 1 സ്ക്വയർ പ്ലസ് വി എക്സ് 2 സ്ക്വയർ പ്ലസ് വി എക്സ് 3 സ്ക്വയർ അങ്ങനെ എല്ലാ മോളിക്യൂൾസിൻ്റെയും വെലോസിറ്റികൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് നമുക്ക് അവിടെ കിട്ടും. ഇവിടം വരെ പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പോൾ ഞാനത് കഴിയുന്നതും ഡെറിവേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ എന്ന് വെച്ചിട്ടാണ്. സ്റ്റെപ്പുകൾ കമ്പാരിറ്റീവ്ലി കുറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ കുറേ സ്റ്റെപ്പുകൾ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിറൈവ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമല്ല. പിന്നെ അത് ഡെറിവേഷൻ പറയാതെ ഡയറക്റ്റായിട്ട് ഇക്വേഷനിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതി. അപ്പോൾ ഇതാണ് അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് വരുന്നത്. നമ്മൾ മീൻ സ്ക്വയർ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, RMS വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അതായത് വി ആർ എം എസ് ഈക്വൽ ടു നമ്മൾ എന്ത് എഴുതും, റൂട്ട് ഓഫ് v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ പ്ലസ് എക്സെട്ര vn സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ n എന്ന് എഴുതും. ഇങ്ങനെയാണല്ലോ RMS വെലോസിറ്റി എഴുതുക. അപ്പോൾ മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വേണ്ട, റൂട്ട് വേണ്ട. സോ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, മീൻ സ്ക്വയർ വെലോസിറ്റി ഇസ് ഈക്വൽ ടു v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ പ്ലസ് v3 സ്ക്വയർ എക്സെട്ര vn സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ n എന്ന് എഴുതാം. ഇതിനെ റൂട്ട് ഓഫ് ദ മീൻ സ്ക്വയർ വെലോസിറ്റി എന്നും ഇതിനെ മീൻ സ്ക്വയർ വെലോസിറ്റി എന്നും പറയും. ഈ ഒരു കാര്യം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ വി എക്സ് സ്ക്വയർ പ്ലസ് x1 സ്ക്വയർ x2 സ്ക്വയർ x3 സ്ക്വയർ അങ്ങനെ കുറേ ടൈമുകളുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ദ നെറ്റ് ഫോഴ്സ് അലോങ് ദ എക്സ് ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എൽ എന്തായാലും അവിടെ ഉണ്ട്. പിന്നെ ഈ കാണുന്ന ആളെ നമുക്ക് എങ്ങനെ എഴുതാം, വി എക്സ് 1 സ്ക്വയർ x2 സ്ക്വയർ x3 സ്ക്വയർ എന്നുള്ളതിനെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു മീൻ സ്ക്വയർ വെലോസിറ്റി എന്നല്ലേ എഴുതാൻ പറ്റുക. അപ്പോൾ ഈ കാണുന്ന ഫാക്ടർ ഉണ്ടല്ലോ, അത് സൈഡിലൊന്ന് പറയാം, വി എക്സ് 1 സ്ക്വയർ പ്ലസ് വി എക്സ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര വി എൻ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ n ആണ് ശരിക്കും ആരായിട്ട് വരുന്നത്, എക്സ് ഡയറക്ഷൻ അലോങ് ആയിട്ടുള്ള മീൻ സ്ക്വയർ വെലോസിറ്റി. ഇത് എക്സ് ഡയറക്ഷൻ അലോങ് ആയിട്ടുള്ള മീൻ സ്ക്വയർ വെലോസിറ്റി ആണെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എന്തെഴുതാം, n ഇൻറ്റു വി എക്സ് സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഇതിന് പകരം n ഇൻറ്റു വി എക്സ് സ്ക്വയർ എന്ന് എഴുതി ഇക്വേഷൻ്റെ ആ ഒരു ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇതാണ് അവിടെ എക്സർട്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എലോങ് എക്സ് ഡയറക്ഷൻ. ഇതേപോലെ തന്നെ വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ് ഡയറക്ഷൻ എലോങ് ആയിട്ടുള്ള ടോട്ടൽ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ പ്രഷർ കണ്ടുപിടിക്കുന്നതിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറാണ്. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതായത് MN ഡിവൈഡഡ് ബൈ L ഇൻറ്റു Vx² ഹോൾ ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ L² ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് MN Vx² ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ V എന്ന് വരും. ഇതാണ് അവിടെ എക്സർട്ട് ചെയ്യുന്ന പ്രഷർ. അപ്പോൾ നമുക്ക് പ്രഷർ P is equal to ഈ മാസ് ബൈ വോളിയത്തിനെ ഞാൻ ഡെൻസിറ്റി എന്ന് എഴുതാണ്. മാസ് ഡിവൈഡഡ് ബൈ വോളിയം ഇസ് ഈക്വൽ ടു ഒരു മിനിറ്റ്, ഇവിടെ N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾ ആണ്. സ്മോൾ m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോളിക്യൂളിൻ്റെ മാസാണ് സ്മോൾ m വരുന്നത്. അപ്പോൾ m ഇൻറ്റു n എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് വൺ മോളിക്യൂൾ ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിന് പകരം നമുക്ക് എന്താ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾ അല്ലെങ്കിൽ മോളിക്കുലർ മാസ് ഓഫ് ദ ഗ്യാസ് ഇൻസൈഡ് ദ മെറ്റീരിയൽ. നമ്മൾ എടുത്തിരിക്കുന്ന 1 മോൾ ഓഫ് ഗ്യാസ് ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ m എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിന്റെ മാസാണ്, സ്മോൾ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ M റെപ്രസെന്റ്സ് ദ ടോട്ടൽ മാസ് ഓഫ് ഗ്യാസ് ഇൻസൈഡ് ദ കണ്ടെയ്നർ. അപ്പോൾ പ്രഷർ ഈക്വൽ ടു എന്തായിട്ട് എഴുതാം? ക്യാപിറ്റൽ M ഇൻറ്റു Vx² ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ V എന്ന് വരും. ഇത് പ്രഷർ. ഇതിനെ ഞാൻ ഒന്നുകൂടെ തിരുത്തുകയാണ്. നമ്മൾ ആദ്യം ഒരു റിലേഷൻ പറഞ്ഞിരുന്നല്ലോ, ഈ Vx² പകരം വാട്ട് വി ക്യാൻ റൈറ്റ്, ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞിരുന്നല്ലോ, Vx² പകരം എന്ത് എഴുതിയാൽ മതി? നെറ്റ് മീൻ സ്ക്വയർ വെലോസിറ്റിയുടെ 1/3 ആണ് Vx² എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന റിലേഷനെ ഒന്ന് മാറ്റിയിട്ട് ഈ മാസ് ബൈ വോളിയത്തിനെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് എഴുതിക്കോ? ഡെൻസിറ്റി എന്ന് എഴുതിക്കോ. ടോട്ടൽ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഈക്വൽ ടു Vx² പകരം V² ഡിവൈഡഡ് ബൈ 3 എന്ന് പറയാലോ. സോ ദാറ്റ് മീൻസ് പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇസ് ഈക്വൽ ടു 1/3 റോ V² എന്ന് കിട്ടും. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ദ പ്രഷർ ഇൻസൈഡ് ദ ഗ്യാസ് മോളിക്യൂൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ അകത്തെ പ്രഷർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 1/3 റോ V² എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ V ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് 3p ഡിവൈഡഡ് ബൈ റോ എന്ന് കിട്ടും. 3p ഡിവൈഡഡ് ബൈ റോ എന്ന് കിട്ടും. ഇവിടെ ഈ p ബൈ റോയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഞാൻ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു. വി ഹാവ് ഫ്രം ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈക്വൽ ടു nRTക്ക് പകരം PV ഈക്വൽ ടു nRTനെ നമ്മൾ മാറ്റി ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? PV ഈക്വൽ ടു nRTക്ക് പകരം ദിസ് ഇസ് റീറിട്ടൺ ആസ് P ഇൻറ്റു M ഈക്വൽ ടു റോ RT എന്ന് പറഞ്ഞുകൊണ്ട് P ബൈ റോ ഇസ് ഈക്വൽ ടു RT ഡിവൈഡഡ് ബൈ M. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് P ബൈ റോയ്ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? RT ഡിവൈഡഡ് ബൈ M എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് മീൻസ് ദ വെലോസിറ്റി ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ RMS വെലോസിറ്റി എന്ന് വിളിക്കുക, ഈക്വൽ ടു റൂട്ട് ഓഫ് 3 അവിടെ ഉണ്ട്. P ബൈ റോ ഇസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആസ് RT ബൈ M. 3 RT ഡിവൈഡഡ് ബൈ M എന്ന് വന്നു. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന RMS വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഒന്നുകിൽ അത് റൂട്ട് ഓഫ് 3p ബൈ റോ എന്നോ അല്ലെങ്കിൽ റൂട്ട് ഓഫ് 3 RT ബൈ M എന്നോ പറയാം. ഇത് ടെമ്പറേച്ചറിൻ്റെ ടൈമിലും ഇത് പ്രഷറിൻ്റെ ടൈമിലുമാണ്. അപ്പോൾ പ്രഷറിന് നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, ഹാഫ് ഇൻറ്റു റോ V² എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി ഈ ഹാഫ് റോ V², ഹാഫ് അല്ല സോറി 1/3 റോ V² എന്ന് പറഞ്ഞ പ്രഷറിന് ഇക്വേഷൻ കിട്ടി. നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ അത് ഹാഫ് ഇൻറ്റു mv² ആണ്. ഹാഫ് ഇൻറ്റു mv², ഹാഫ് ഇൻറ്റു m ഇൻറ്റു V². ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു mv² ഡിവൈഡഡ് ബൈ V. ഇത് കൈനറ്റിക് എനർജിയാണ്, ഇത് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയമാണ്. ഇത് ആരാ മക്കളെ? ഡെൻസിറ്റി അല്ലേ. സോ ഈ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയത്തിനെ ഞാൻ E0 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്താൽ E0 ഈക്വൽ ടു എത്ര വരും? ഹാഫ് ഇൻറ്റു റോ V² എന്ന് വരും. സോ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇസ് ഈക്വൽ ടു 1/3 റോ V² ആൻഡ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഇസ് ഹാഫ് റോ V². ഈ രണ്ടാളെയും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, പ്രഷറിനെയും കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയത്തിനെയും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിലേഷൻ അവിടുന്ന് ഡെഡ്യൂസ് ചെയ്തെടുക്കാമല്ലോ. എന്താണ്? ഇത് 1/3 റോ V²ഉം ഇത് ഹാഫ് റോ V² ആണ്. അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? P ഡിവൈഡഡ് ബൈ
E0 is equal to half rho v square cancel ആയിട്ട് പോയിട്ട് നമുക്ക് എന്ത് കിട്ടും 2/3 എന്ന് കിട്ടും. സോ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇസ് ഈക്വൽ ടു 2/3 ഓഫ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞ റിലേഷൻ നമുക്കവിടെ കിട്ടും. ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ മാത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് വന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെറിവേഷൻ പറഞ്ഞു. ഇത് ഏറ്റവും ഷോർട്ടസ്റ്റ് സ്റ്റെപ്പുകളിലുള്ള ഡെറിവേഷനാണ്. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെറിവേഷൻ്റെ സ്റ്റെപ്പ് പറഞ്ഞു വെച്ചാലും അതൊന്ന് കുറയ്ക്കാൻ കാരണം അതാണ്. ഓക്കെ, ഇവിടെ നമ്മളപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു കണ്ടെയ്നറിൻ്റെ അകത്തുള്ള മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസിൻ്റെ പോസ്റ്റുലേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് അത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാ ഡയറക്ഷനിലും ഈക്വൽ വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി ടോട്ടൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ 3 times ദ വെലോസിറ്റി സ്ക്വയർ ഓഫ് ദ വെലോസിറ്റി ഓഫ് എനി ഓഫ് ദ സൈഡ്സ്. അപ്പോൾ Vx² ഈക്വൽ ടു V²/3 എന്ന് പറഞ്ഞ് നിർത്തി. പിന്നെ അതിനുശേഷം ആ ഗ്യാസ് മോളിക്യൂളിന് കണ്ടെയ്നറിൻ്റെ വാൾസുമായിട്ടുള്ള കൊളീഷൻ കണ്ടുപിടിച്ചു. കൊളീഷൻ കൺസിഡർ ചെയ്തതിന് ശേഷം ആ കൊളീഷനിൽ ആ ഒരു മോളിക്യൂൾ എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്, ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻറ്റം, ചേഞ്ച് ഇൻ ടൈം, അത് എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ് കണ്ടുപിടിച്ചു. ഇതൊരു മോളിക്യൂൾ എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിച്ചു. അതിനുവേണ്ടി ഓരോരുത്തരും എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെ, ഓരോ മോളിക്യൂളും എക്സ് ഡയറക്ഷനിൽ എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെ ആഡ് ചെയ്തു. ഈ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, മീൻ സ്ക്വയർ വെലോസിറ്റിയുടെ ടൈമിൽ എഴുതുന്നത്. അപ്പോൾ ഇതെല്ലാത്തിന് പകരം എന്ത് എഴുതാം, ദിസ് Vx1² പ്ലസ് Vx2² പ്ലസ് Vx3² അതിന് പകരം നമ്മൾ എന്ത് എഴുതി, n ഇൻറ്റു Vx² എന്ന് എഴുതി. ദാറ്റ് Vx² റെപ്രസെൻറ്റ്സ് ദ മീൻ സ്ക്വയർ വെലോസിറ്റി അലോങ് ദ എക്സ് ഡയറക്ഷൻ. റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി അല്ല കേട്ടോ, അത് RMS ആണ്. ഇവിടെ നമ്മൾ റൂട്ട് എടുക്കാത്ത വെലോസിറ്റി, അതിനെയാണ് മീൻ സ്ക്വയർ എന്ന് പറയുന്നത്. ആ 6 അങ്ങോട്ട് വെട്ടിക്കളയാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ടോട്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു m/L ഇൻറ്റു n ഇൻറ്റു Vx². അപ്പോൾ നെറ്റ് ഫോഴ്സ് കിട്ടി. ഇത് ആ എക്സ് ഡയറക്ഷനിൽ എല്ലാ മോളിക്യൂളുകളും ചേർന്ന് കൊടുക്കുന്ന ഫോഴ്സാണ്. ഇനിയിപ്പോൾ നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാം. പ്രഷർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളവിടെ ഈ ഒരു കാര്യം മറക്കണ്ട. ഇത് n ഇൻറ്റു എമ്മിനെ നമുക്ക് എന്ത് എഴുതിയാൽ മതി, ടോട്ടൽ മാസ് ഓഫ് ദ മോളിക്യൂൾ ആയാൽ മതി. അപ്പോൾ ടോട്ടൽ മാസ് ബൈ ടോട്ടൽ വോളിയത്തിന് ഡെൻസിറ്റി എന്ന് എഴുതി. പിന്നെ Vx² പകരം V²/3 എന്ന് എഴുതി. അങ്ങനെ ഫൈനലി നമുക്ക് പ്രഷർ ഈക്വൽ ടു 1/3 ρ V² എന്ന് കിട്ടും. അതിനുശേഷം ആ പ്രഷറിൻ്റെ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ RMS വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡെഡ്യൂസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് √3p/ρ എന്ന് വന്നു. ആ p/ρയ്ക്ക് പകരം സപ്പോസ് ടെമ്പറേച്ചർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ വി ഹാവ് ടു യൂസ് ദ ടേം ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ അത് p/ρ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആസ് RT/m. ഇവിടം വരെ പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് പ്രഷറും കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം കൂടെ ഒന്ന് കമ്പയർ ചെയ്തു. കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ വോളിയം. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് ദ പ്രഷർ ഇൻസൈഡ് ദ ഗ്യാസ് ഇസ് 2/3 അല്ലെങ്കിൽ 66.6% ഓഫ് ദ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. ഇത് കൈനറ്റിക് എനർജി അല്ല കേട്ടോ മക്കളെ. E0 റെപ്രസെൻറ്റ്സ് ദ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഡെൻസിറ്റി എന്ന് വേണമെങ്കിൽ അതിന് പറയാം, എനർജി ഡെൻസിറ്റി. അപ്പോൾ പ്രഷർ ഈക്വൽ ടു 2/3 ഓഫ് ദ എനർജി ഡെൻസിറ്റി. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ ഈ RMS വെലോസിറ്റിക്ക് Vrms ഈക്വൽ ടു √3RT/m എന്ന് പറഞ്ഞു. ഇതെല്ലാ മോളിക്യൂളിൽ നിന്നും ചേർന്നിട്ടുള്ളതാണ്. അല്ലെങ്കിൽ n നമ്പർ ഓഫ് മോളിക്യൂൾസ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മിനിമം ഒരു മോളിക്യൂൾസ് എങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് നിങ്ങൾക്ക് ഒരു ഗ്യാസ് മോളിക്യൂൾ തന്നു, ഏത് ഗ്യാസ് മോളിക്യൂളാണെന്ന് പറയുന്നില്ല. നമുക്കിപ്പോൾ ഹൈഡ്രജൻ ആണ് ഓക്സിജൻ ആണെന്നൊക്കെ പറഞ്ഞാലേ ക്യാപിറ്റൽ M യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, മോളാർ മാസ് ആണ്. സപ്പോസ് അവിടെ നിങ്ങളോട് പറയാണ് എ ഗ്യാസ് മോളിക്യൂൾ ഹാവിങ് എ മാസ് ഓഫ് 33 gram. നമുക്കറിയില്ല 33 gram ഉള്ള ഗ്യാസ് മോളിക്യൂൾ ഏതാണെന്ന് അറിയില്ല. ഈസ് റാൻഡംലി മൂവിങ് ഇൻസൈഡ് എ കണ്ടെയ്നർ വിച്ച് ഇസ് കെപ്റ്റ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് T°C. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ RMS വെലോസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ആ മോളിക്യൂളിൻ്റെ മാസ്, ആ ഒരു മോളിക്യൂൾ തന്നിട്ടുണ്ടല്ലോ, ആ മോളിക്യൂളിൻ്റെ മാസ് നമുക്ക് 33 gram തന്നിട്ടുണ്ട്. Container has gas molecule and the total mass of the gas molecule is 33 gram എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള സിറ്റുവേഷൻ ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏത് ഗ്യാസ് ആണ് എന്നറിയാതെ മോളാർ മാസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാവുന്ന ഒരു ഇക്വേഷൻ, ഈ R പകരം നമുക്ക് വേറെ എന്തെങ്കിലും വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് പറയാം, നമ്മളൊരു റിലേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടല്ലോ, ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, ദ റേഷ്യോ ഓഫ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആൻഡ് അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞ റിലേഷൻ നമ്മളോട് ഡിറൈവ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ഈ R പകരം എന്ത് കൊടുത്താൽ മതി,
കെ ബി ഇൻറ്റു എൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കെ ബി ഇൻറ്റു എൻ എ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 കെ ബി ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ, ഇത് മോളാർ മാസാണ്. മോളാർ മാസിന് പകരം നമുക്ക് എന്ത് എഴുതിയാൽ മതി? അവഗാഡ്രോ നമ്പർ ഇൻറ്റു മാസ് ഓഫ് 1 മോളിക്യൂൾ എന്ന് എഴുതിയാൽ പോരെ. ടോട്ടൽ മാസ് ഈക്വൽ ടു മാസ് ഓഫ് 1 മോളിക്യൂൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പോൾ ഈ സംഭവം അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ഫൈനലി എന്ത് കിട്ടും? വി ആർ എം എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 കെ ബി ടി ഡിവൈഡഡ് ബൈ സ്മോൾ എം എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസിൽ തന്നാൽ റൂട്ട് ഓഫ് 3 RT ബൈ എം. നമ്പർ ഓഫ് മോളിക്യൂൾസിനാണ് മെൻഷൻ ചെയ്തിട്ടുള്ളതെങ്കിൽ റൂട്ട് ഓഫ് 3 KBT ബൈ എം എന്ന് പറയാം. ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ദർ ആർ സം n നമ്പർ ഓഫ് മോളിക്യൂൾസ്, അല്ലെങ്കിൽ എ കണ്ടെയ്നർ ഹാസ് 10 മോൾസ് ഓഫ് ഹൈഡ്രജൻ, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ റൂട്ട് ഓഫ് 3 RT ബൈ എം എടുക്കേണ്ടി വരും. അല്ലെ പിന്നെ വേറൊരു കേസിൽ പറയുന്നത് എ കണ്ടെയ്നർ ഹാസ് എൻ അൺനോൺ ഗ്യാസ് ആൻഡ് മാസ് ഓഫ് 1 ഗ്യാസ് മോളിക്യൂൾ ഈസ് ഈക്വൽ ടു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 33 ഗ്രാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഏത് മോളിക്യൂളാണെന്ന് അറിയാതെ എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കും? സോ ആ സിറ്റുവേഷനിൽ എന്തെടുത്താൽ മതി? റൂട്ട് ഓഫ് 3 KBT ഡിവൈഡ് ബൈ എം എടുത്താൽ മതി. അതെപ്പോഴും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഓർമ്മ വേണം. ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്പർ ഓഫ് മോൾസ് തന്നാൽ RT, നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നാൽ KBT ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് RMS വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് ഈ RMS വെലോസിറ്റി ആണ്. ശരിക്കും നമ്മൾ RMS വെലോസിറ്റി കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഇവിടെ പറ്റില്ല. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എടുക്കുന്നത്. കാരണം ഒരു കണ്ടെയ്നറിനകത്ത് ഇഷ്ടംപോലെ ഗ്യാസ് മോളിക്യൂൾ ഉണ്ടാവും. എല്ലാത്തിൻ്റെയും വെലോസിറ്റി മെഷർ ചെയ്ത് അതിൻ്റെ RMS വെലോസിറ്റി ആഡ് ചെയ്ത് റൂട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് RMS വെലോസിറ്റി ഈസ് ഓൾവേസ് കാൽക്കുലേറ്റഡ് ഇൻ ടേംസ് ഓഫ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ. അതങ്ങനെ. ഇനി ഈ RMS വെലോസിറ്റി പോലെ തന്നെ മറ്റ് ചില വെലോസിറ്റീസ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. അതിൽ കൂടുതൽ അതിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു തോന്നുന്നു. മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 RT ഡിവൈഡഡ് ബൈ എം ആണ്. അല്ലെങ്കിൽ ഇതിനെ 2 KBT ഡിവൈഡഡ് ബൈ സ്മോൾ എം എന്ന് പറയാം. ഇതുപോലെ തന്നെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 8 RT ഡിവൈഡഡ് ബൈ പൈ എം എന്ന് വരും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ മാത്രം ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഏത് വെലോസിറ്റി ആണെങ്കിലും അത് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ദ ടെമ്പറേച്ചർ ആയിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടെമ്പറേച്ചറിനനുസരിച്ചാണ് RMS വെലോസിറ്റി അവിടെ വാരി ചെയ്യുന്നത്. ഇനി നമ്മളവിടെ ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ മെൻഷൻ ചെയ്ത ഒരു പോയിന്റ് ഉണ്ട്. ബിറ്റ്വീൻ ഈച്ച് കൊളീഷൻസ് ദ മോളിക്യൂൾസ് ട്രാവൽസ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. ഒരു മോളിക്യൂള്, ഇതിപ്പുറത്തൊരു മോളിക്യൂള്, ഈ രണ്ടുപേരും രണ്ടുപേരും കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്ത് വരികയാണെന്ന് വിചാരിച്ചോ. സോ ദർ വിൽ ബി എ കൊളീഷൻസ് ബിറ്റ്വീൻ ദീസ് മോളിക്യൂൾസ്. അപ്പോൾ ആഫ്റ്റർ കൊളീഷൻ ആദ്യം ഒരു മോളിക്യൂൾ ചിലപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ടാവാം, രണ്ടാമത്തെ മോളിക്യൂൾ ചിലപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ടാവാം. റാൻഡമാണ്, നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. രണ്ട് മോളിക്യൂൾസ് രണ്ട് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ബിഫോർ കൊളീഷൻസ് ദേ ട്രാവൽ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. രണ്ട് കൊളീഷനുകൾക്കിടയ്ക്ക് ആ മോളിക്യൂൾസ് രണ്ടും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ട്രാവൽ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ആ സ്ട്രൈറ്റ് ലൈൻ പാത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മീൻ ഫ്രീ പാത്ത് എന്ന് വിളിക്കുന്നു. സോ മീൻ ഫ്രീ പാത്ത് ഇസ് ദ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾസ് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. അപ്പോൾ ആ രണ്ട് കൊളീഷനുകൾക്ക് ഇടയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുക. ആ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയാം. ഇതേ കാര്യം തന്നെ റിലാക്സേഷൻ ടൈമിൻ്റെ ഇലക്ട്രോണിക് ആയിട്ടുള്ള ആസ്പെക്ട് നിങ്ങൾ അടുത്ത കൊല്ലം കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പഠിക്കും. ഇപ്പോൾ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കേസിലാണെങ്കിൽ ദ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ മോളിക്യൂൾസ് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്, അതിനെയാണ് നമ്മൾ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുക. അതിന് വേണ്ടി വരുന്ന ആ മീൻ ഫ്രീ പാത്ത് ട്രാവൽ ചെയ്യാൻ വേണ്ടി വരുന്ന ടൈം ഇൻ്റർവെലിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് വിളിക്കുന്നത് നമ്മൾ, മീൻ ഫ്രീ പാത്ത്. ഇതൊക്കെ വളരെ റെയറായിട്ട് മാത്രം ചോദിച്ച് കാണുന്ന കാര്യങ്ങളാണ്. എന്നാലും അത് പറയാതെ വിട്ടുപോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതിൻ്റെ മീൻ ഫ്രീ പാത്തിൻ്റെ ഇക്വേഷനും ഒന്ന് ഓർമ്മയിൽ വെക്കണം. മീൻ ഫ്രീ പാത്ത് ലാംഡ ഡാഷ് അല്ലെങ്കിൽ ലാംഡ ബാർ ഈസ് ഈക്വൽ ടു 1/√2 പൈ എൻ ഡി സ്ക്വയർ. ഇതിലിപ്പോൾ നമുക്ക് അറിയാത്ത കാര്യം എന്ന് പറയുന്നത് ഡി ആണ്. ഡി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് ഗ്യാസ് മോളിക്യൂളിനെയാണോ കൺസിഡർ ചെയ്യുന്നത് ആ ഗ്യാസ് മോളിക്യൂളിൻ്റെ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ ആണ് ഡി എന്ന് പറയുന്നത്. എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ റെപ്രസെൻറ്റ്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, നമ്പർ ഡെൻസിറ്റി എന്ന് നമ്മൾ പറയും.
ഒന്നുകിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ എം ഡിവൈഡഡ് ബൈ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് വൺ മോളിക്യൂളാണ് √2 പൈ ഡി സ്ക്വയർ റോ. ഇവിടെ ഇപ്പോൾ അറിയാത്ത റോ മാത്രമേ ഉള്ളൂ. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ ഡെൻസിറ്റി ഓഫ് ദ മോളിക്യൂളാണ്. എം എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആ ഒരു മോളിക്യൂളിൻ്റെ മാസാണ്. ഇനി ഇതിനെ തന്നെ നമുക്ക് ടെമ്പറേച്ചറിൻ്റെ ടൈമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതൊക്കെ വളരെ വൈൽഡായിട്ടുള്ള ഡെറിവേഷൻ ആയതുകൊണ്ടും നമുക്ക് ആവശ്യം വരാത്തതുകൊണ്ടുമാണ് പറയാത്തത്. ആവശ്യം വരുമെന്ന് തോന്നുന്ന ഏത് കാര്യമാണെങ്കിലും ഡെറിവേഷൻ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കും. ഇതിനെ തന്നെ നമ്മളിങ്ങനെ എഴുതും, KBT ഡിവൈഡഡ് ബൈ √2 പൈ ഡി സ്ക്വയർ ഇൻറ്റു പി എന്ന് എഴുതാം. ഇവിടെ പി റെപ്രസെൻറ്റ്സ് ദ പ്രഷർ എക്സ്പീരിയൻസ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾസ് ഇൻസൈഡ് ദ കണ്ടെയ്നർ. ടി ടെമ്പറേച്ചർ ആണ്. KB എന്ന് പറയുന്നത് ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ മീൻ ഫ്രീ പാത്തിന് ഇങ്ങനെ 3 ഇക്വേഷൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ലാസ്റ്റ് എഴുതിയ ഇക്വേഷൻ ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ്ലി ദർ വാസ് എ ക്വസ്റ്റ്യൻ റിലേറ്റിംഗ് ടു ദിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ വക കാര്യങ്ങളാണ് നമുക്ക് കൈനറ്റിക് തിയറിയിൽ ബാക്കി ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ബാക്കി നിൽക്കുന്നുള്ളൂ. അത് ഈ വെലോസിറ്റീസിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ മീൻ ഫ്രീ പാത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ടോട്ടൽ എനർജി ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾസ്, അതൊക്കെ നമുക്ക് വളരെ ആവശ്യം വരുന്നതാണ്. ഗാമയുടെ വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ. ഗാമ ഡയബാറ്റിക് എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് വാല്യൂ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും അതുപോലെ തന്നെ ഇതൊക്കെ അതുമായിട്ട് സപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓപ്ഷനിലാണ്. നീറ്റുകാർക്ക് ഈ ഡെറിവേഷൻ ഒന്നും പറയുന്നില്ല സിലബസിൽ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ തെർമൽ ഫിസിക്സിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ഡിസ്കഷനിൽ കാണാം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.